ഇന്നൊരു ലഞ്ച് ഔട്ട് ഡേ ആയിരുന്നു കേട്ടോ. ലേറ്റ് ആയതുകൊണ്ട് ഞാൻ യൂബർ എടുത്താണ് പോയത്. എവറി ഡേ മോർണിംഗ് ഈ ഏട്ടൻ്റെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഗുഡ് മോർണിംഗ് കിട്ടാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അധികം ടൈം ലേറ്റ് ആക്കാതെ ഞാൻ വേഗം ജോബിന് കയറിയായിരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നെ വർക്ക് തുടങ്ങാമല്ലേ. വർക്കിനിടയിൽ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് റംബൂട്ടാനും കിട്ടി. ഇനി എൻ്റെ വർക്കിംഗ് ടൈമാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ജോബ് തന്നെയാണ് കേട്ടോ. എൻ്റെ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും എന്നെ പിടിച്ചു നിർത്തിയത് ഈ ജോബാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയ ഉടനെ ഞാൻ ജോബിന് ജോയിൻ ചെയ്തായിരുന്നു. പിന്നെ സർജി ചേച്ചിയുടെ നല്ലൊരു ചായയും കുടിച്ചിട്ടു. ഉച്ചയ്ക്ക് ഞങ്ങൾ 3 ആളും കൂടെ ഒരു വെറൈറ്റിക്ക് സ്റ്റെയർ ഇറങ്ങിയാണ് പോയത്. എല്ലാ ഫ്ലോറും ഒന്ന് വാച്ച് ചെയ്യാമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ്. നേരെ പോയത് അറേബ്യൻ പാലസിലേക്കാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്തു കേട്ടോ. ലഞ്ച് ടൈമിൽ പൊതുവെ അറേബ്യൻ പാലസിൽ നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തായിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ ഒന്നിച്ച് ഇടയ്ക്കൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. വർക്കിനിടയിൽ കിട്ടുന്ന കുറച്ച് ക്വാളിറ്റി ടൈം. ആദ്യം എത്തിയത് സൂപ്പായിരുന്നു. അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മന്തിയും എത്തിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 3 ആളും കൂടെ മന്തി ഷെയർ ചെയ്ത് കഴിച്ചു. മന്തി കഴിക്കുന്നതിനിടയിൽ അറേബ്യൻ പാലസിൽ മന്തിയുടെ മേക്കിംഗ് വീഡിയോസും കാണാൻ പറ്റും കേട്ടോ. ദെൻ ബാക്ക് ടു വർക്ക്. ഈവനിങ് ആയപ്പോൾ എനിക്ക് രതീഷിനെയും കിട്ടി. ഇന്ന് ഫുള്ളി ഒരു ഫുഡ് ഡേ ആണെന്നാണ് എനിക്ക് തോന്നിപ്പോയത്. നാണില്ലല്ലോ. അപ്പം നേരത്തെ എന്താ പറഞ്ഞു നിർത്തിയത്? എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ജോബായിരുന്നു. അൽഹംദുലില്ലാ, അതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയായിരുന്നു. ലൈഫിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കാൻ സാധിച്ചത് ജോബുള്ളത് കൊണ്ട് തന്നെയാണ്. അതിന് അഹങ്കാരമായും മോശമായും കാണുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അൽഹംദുലില്ലാ, ഞാൻ ഹാപ്പിയാണ്.